ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന ലോട്ടർ ഫ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ തൊലി കൊത്തി എടുത്തിട്ട് നല്ല ഫ്രഞ്ച് ഫ്രൈസ് രൂപത്തിൽ കട്ട് ചെയ്തിട്ട് നല്ല വാഷ് ചെയ്യണം. പിന്നെ അടുപ്പത്തോട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കാനുള്ള എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസിലുള്ള മസാലകൾ ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്തിട്ട് നല്ല ചൂടെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് അതൊന്ന് കോരി മാറ്റിയിട്ട് കുറച്ച് എണ്ണയിൽ 1 സ്പൂൺ ബട്ടർ ആഡ് എന്നിട്ട് മെൽറ്റാക്കണം. നല്ല മെൽറ്റാക്കണം. ബട്ടർ നല്ല മെൽറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ അതിലോട്ട് വെളുത്തുള്ളി കുനുകുന അരിഞ്ഞതും കുറച്ച് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതിയാവും. പിന്നെ അടുത്ത ചീഞ്ചട്ടിയിൽ നമുക്ക് സാധാരണ ചേർക്കണ മസാലയിൽ ഒന്ന് ചിക്കൻ കുനുകുന അരിഞ്ഞത് എല്ലില്ലാണ്ട് ഇതാക്കിയതൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ മറ്റേ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന ചട്ടിയിൽ നമ്മൾ കുറച്ച് മൈദ ഇട്ടുണ്ടായിരുന്നു, എടുക്കാൻ മറന്നു. പിന്നെ 1/2 പാക്കറ്റ് പാൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ മൈദൻ്റെ കട്ടയൊക്കെ നല്ല ഉടച്ചു കൊടുക്കണം. നല്ല ഇതാക്കിയിട്ട് കുറുകും. പിന്നെ നമുക്ക് മാജിക് ക്യൂബോ അല്ലെങ്കിൽ ഉപ്പോ ഇതിലേതെങ്കിലും ഒന്നും ഇട്ടാൽ മതി. ഞാൻ ഉപ്പാണ് ഇട്ടിക്കണേ. പിന്നെ കുറച്ച് പെപ്പർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ചട്ടിയത്തെ ചിക്കൻ റെഡി ആയി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് വേറെ പാത്രത്തിലേക്ക് ആക്കാം. പിന്നെ നമ്മുടെ വൈറ്റ് സോസ് പിന്നെ നല്ല കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മറ്റേ ചിക്കൻ കുറച്ച് അതിലോട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് നല്ല ആക്കാം. പിന്നെ നമുക്ക് ഒരു വൃത്തിയുള്ളൊരു പാത്രം വെള്ളമില്ലാണ്ട് എടുത്തിട്ട് അതിലോട്ട് ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ വൈറ്റ് സോസ് ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് ഇതാട്ടോ, നല്ല മണം. പിന്നെ ജ്യൂസി ആയിരിക്കണമെങ്കിൽ നല്ല മണം. അപ്പോൾ നല്ല ഇതാക്കിയിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ ഗ്രൂപ്പിലോട്ടും അയച്ചു കൊടുക്കണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വൈറ്റ് സോസ് കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. കുറച്ച് ക്വാണ്ടിറ്റിയിലും കൂടി ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ 1 പാക്കറ്റ് പാൽ വേണ്ടി വരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ സോസ് ഒഴിച്ചിട്ട് വീണ്ടും ഇതന്നെ ഉരുളക്കിഴങ്ങ് ഇടുന്നു, ഫ്രഞ്ച് ഫ്രൈസ് ഇടുക. ഞങ്ങൾ 3 ലെയറാണ് ഞങ്ങൾക്ക് കിട്ടിയേക്ക്. നിങ്ങൾക്ക് എത്ര ലെയർ വരും നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ ഞങ്ങൾ അതിനെ റിപ്പീറ്റ് ചെയ്തിട്ട് വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ചിക്കൻ ഇട്ടു, സോസ് ഒഴിച്ചു. അങ്ങനെ ഈ ലെയർ കംപ്ലീറ്റ് ആകും. സോസ് വയ്ക്കണം. അപ്പം നമ്മൾ അടുത്ത ലെയറും കൂടി ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ മറ്റേ ലാസ്റ്റ് ലെയർത്തെ വൈറ്റ് സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തം വൈറ്റ് സോസും കൂടി ആഡ് ചെയ്യണം. എല്ലാ വൈറ്റ് സോസും ചട്ടി വലിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും എന്നാണ് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ നമുക്കുള്ള ചിക്കനൊക്കെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ സോസ് നല്ല ഡെക്കറേറ്റ് ആയിട്ട് വേണം സോസ് ആഡ് ചെയ്യാൻ. മയോണീസ് വേണ്ടവർ അതും ആഡ് ചെയ്യാം. ഞങ്ങൾ
ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അതിൻ്റെ പകരം വൈറ്റ് സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ഡെക്കറേറ്റീവാണ് നമ്മൾ സോസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ ചീസ് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഞങ്ങൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ, 2 സ്ലൈസ് ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് ഇട്ടാൽ മപ്പാവും. മുറിച്ച് വേണം നമുക്ക് ഇടാൻ. പെട്ടി പോലെയാണ് ഇടാൻ. കൂടുതലിട്ട് മപ്പാവാണ്ട് ശ്രദ്ധിക്കണം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ബൈ ഗായ്സ്.